ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു K2CSE. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് റിക്വയർമെൻറ്റ്സ് ആണ്. ഈ വീഡിയോയിൽ ബാക്കി സ്റ്റെപ്സ് ഒക്കെ നോക്കാം. സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി ഫസ്റ്റിലെ പറഞ്ഞതാണ്, ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും, റിട്ടൺ ഫോർമാറ്റിലായിരിക്കും, പിന്നെ എന്തുവാ പറയുന്നത്, കോൺടാക്ട് ബിറ്റ്വീൻ റിക്വയർമെൻറ്റ് ആൻഡ് ആർക്കിടെക്ചർ. അതൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഡയഗ്രത്തിൽ റിക്വയർമെൻറ്റിനും ആർക്കിടെക്ചറിനും ഇടയിൽ ഒരു കോൺടാക്റ്റ് ആയിട്ടല്ലേ ഈ സ്പെസിഫിക്കേഷൻ കിടക്കുന്നത്. അത് തന്നെയാണ് അവിടെ പറയുന്നത്, വേറൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ GPS എക്സാമ്പിളാക്കി എടുത്തു കഴിഞ്ഞാൽ മാപ്പ് ഡേറ്റ കൊടുക്കുകയും GPS നിന്ന് റിസീവ് ചെയ്യുന്ന ഡേറ്റാസ് കൊടുക്കുകയും യൂസർ ഇൻ്റർഫേസ് കാണിക്കുകയും ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻസ്, നമ്മുടെ സിസ്റ്റത്തിനെ റൺ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻസ് ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ആയില്ലേ. ആ റിക്വയർമെൻറ്റ്സിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കുന്നില്ലേ, അത് തന്നെയാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിളാക്കി എഴുതി ഈ പോയിൻറ്റ്സിനെ ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ആവും. ഒരു ഹാഫ് പാരഗ്രാഫ് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇത്രയും പോയിൻറ്റ്സ് വെച്ച് എഴുതാൻ പറ്റത്തില്ലേ? ഓക്കെ. ഇനി ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ബ്ലോക്ക് ഡയഗ്രാം ആണ്, പ്ലാൻ ആണ്. നമ്മൾ ഈ പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ്റെ ടൈമിൽ PPT പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഓവറോൾ വർക്കിംഗ് ബ്ലോക്ക് ഡയഗ്രാം ആയിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യത്തില്ലേ, അത് തന്നെയാണ് ആർക്കിടെക്ചറൽ ഡിസൈന്. ബ്ലോക്ക് ഡയഗ്രാം ആക്കുക, അല്ലെങ്കിൽ എന്താ അതിനെപ്പറ്റി ഒരു പ്ലാൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ GPS ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് നോക്കാം. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ മൂവിങ് മാപ്പ്. ഇതെന്ന് പറയുന്നത് സാറ്റലൈറ്റ്. ഇപ്പോൾ സാറ്റലൈറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആദ്യം എങ്ങോട്ട് പോകും? GPS റിസീവറിലോട്ട് പോകും. അപ്പോൾ ഒരു സെർച്ച് എഞ്ചിനുണ്ട്. സെർച്ച് എഞ്ചിൻ എന്ത് ചെയ്യുന്നു? ഡേറ്റാ ബേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റാ ബേസ് എന്താ ചെയ്യുന്നത്? ഈ GPS വരുന്ന ഡേറ്റ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്ത് അവിടുത്തെ ഡേറ്റാസൊക്കെ ഈ ഡേറ്റാ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ യൂസർ ഇൻ്റർഫേസിൽ നിന്ന് നമ്മുടെ യൂസർ എന്ത് ചെയ്യുന്നു? റെൻഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂസറിൻ്റെ കൊറീസ് പറയും. അപ്പോൾ റെൻഡർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പം യൂസർ കൊറീസ് കൊടുക്കുമ്പോൾ അത് സെർച്ച് എഞ്ചിനിൽ പോയി റെൻഡർ എന്ത് ചെയ്യുന്നു? സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ആ സെർച്ച് എഞ്ചിൻ എവിടെയാണ് പോകുന്നത്? ഡേറ്റാ ബേസിലാണ് പോകുന്നത്. അപ്പോൾ ഡേറ്റാ ബേസ് എന്ന് പറയുമ്പോൾ റിയൽ ടൈം ആയിട്ടുള്ള ഡേറ്റാസ് അവിടെ ട്രാക്ക് ചെയ്യത്തില്ലേ, അത് എന്ത് ചെയ്യുന്നു? ഈ റെൻഡർ വഴി ഡിസ്പ്ലേ യൂണിറ്റിലൂടെ കാണിക്കുന്നു. അപ്പോൾ യൂസർ എന്ത് ചെയ്യുന്നു? എവിടെയാണ് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നു. പിന്നെ പറയുന്ന ബ്ലോക്ക് ഡയഗ്രാം, രണ്ട് രീതിയിൽ നമുക്ക് ഡയഗ്രാം സ്പെസിഫൈ ചെയ്യാം. ഹാർഡ്വെയർ ആയിട്ടും സോഫ്റ്റ്വെയർ ആയിട്ടും. അതായത് ഹാർഡ്വെയറിൽ പറയുന്ന സാധനങ്ങളും ബ്ലോക്ക് ഡയഗ്രാമിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം, സോഫ്റ്റ്വെയർ ഏരിയയും ബ്ലോക്ക് ഡയഗ്രാമിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹാർഡ്വെയർ കമ്പോണൻ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ കമ്പോണൻ്റ് ഉണ്ട്. ഹാർഡ്വെയർ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ അത് റെഡിമെയ്ഡ് ആയിട്ടൊരു പ്രോഡക്റ്റ് ആയിരിക്കും അല്ലേ. യൂസറിന് കിട്ടുന്ന ഒരു മീൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വെച്ചേക്കുന്ന സോഫ്റ്റ്വെയർ പോലെയല്ല. പിന്നെ നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോഴത്തേനും അല്ലേ അതൊരു ഹാർഡ്വെയർ ആവുന്നത്. ഇപ്പം നമ്മുടെ കോഫി വെൻഡറിങ് മെഷീനിൽ നമ്മളിപ്പം ടീയും കൂടെ ആഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ വന്നാൽ അത് വേറൊരു പ്രോഡക്റ്റായി. അതാണ് മോഡിഫൈഡ് ഫ്രം എക്സിസ്റ്റിംഗ് സിസ്റ്റം സ്പെഷ്യലൈസ്ഡ് കമ്പോണൻസ്. കുറേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. അപ്പോൾ ഈ 3 പോയിൻറ്റും ഹാർഡ്വെയർ കമ്പോണൻസിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ വേണം. സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് ന്യൂ സോഫ്റ്റ്വെയർ, S/W എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന് ഞാൻ ഷോർട്ടാക്കി എഴുതിയേക്കുക. ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, ക്രിയേറ്റ് ന്യൂ സോഫ്റ്റ്വെയർ മൊഡ്യൂൾ, പുതിയ സോഫ്റ്റ്വെയർ മൊഡ്യൂൾസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത്രയാണ് കമ്പോണൻസിൽ വരുന്നത്. ഓക്കെ. ഇനി ലാസ്റ്റ് എന്തുവാ? സിസ്റ്റം ഇൻറ്റഗ്രേഷൻ. സിസ്റ്റം ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കുറേ യൂണിറ്റ്സും കമ്പോണൻസും ഉണ്ടാക്കി അതിനെല്ലാം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഹോൾ സിസ്റ്റം ആക്കുന്നു. അപ്പോൾ ഓൾറെഡി എന്ത് വരാം? ബഗ് വരാം. ആ ബഗ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡീബഗ് ചെയ്യുന്നു. പിന്നെ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് പുതിയ ഫങ്ഷണാലിറ്റീസ് നമുക്ക് ആഡ് ചെയ്യാം. സിസ്റ്റം ടെസ്റ്റ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റ്, ഇത് നമ്മൾ പണ്ട് മോസിൽ പഠിച്ചിട്ടുണ്ട്. എന്താ സിസ്റ്റം ടെസ്റ്റ്? അതിൻ്റെ അകത്തുള്ള ഓരോ പാർട്ടും നമ്മൾ ഇൻഡിവിജ്വലി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ദെൻ യൂണിറ്റ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ പാർട്ടും കൂടെ ഒത്തുവെച്ചിട്ട് യൂണിറ്റ് ആയിട്ട് ആ ഹോൾ സിസ്റ്റം വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നും പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് യൂണിറ്റ് ടെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയും എഴുതി വെച്ച് ഇത് ഇത്രയൊന്ന് ബ്രീഫ് ആക്കുമ്പോൾ നമ്മുടെ എന്താവും? എംബഡഡ് സിസ്റ്റം ഡിസൈൻ പ്രോസസ്സാവും. അപ്പോൾ എളുപ്പമല്ലേ? അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് ഫൈനലൈസ് ചെയ്ത് പറഞ്ഞുതരാം. എംബഡഡ് സിസ്റ്റം ഡിസൈൻ പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ആ 2 ഒബ്ജക്റ്റീവ് എഴുതണം, പിന്നെ മെത്തഡോളജി വരാനുള്ള 3 റീസൺ എഴുതണം. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മളിത് ഈ ഫിഗർ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ടോപ്പ് ഡൗൺ വ്യൂയിലുള്ള ഈ കാര്യങ്ങൾ ഷോർട്ടാക്കി പറയണം. ദെൻ നമ്മൾ എന്താ ചെയ്തേ? ബോട്ടം അപ്പ് വ്യൂ അത് ഓരോന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ 3 ഗോൾസ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തേ? ആ റിക്വയർമെൻറ്റ് ഫോമും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, എവിടെയാണ് നമ്മുടെ ഇതടക്കുന്നു. റിക്വയർമെൻറ്റ്സ് എന്താ, റിക്വയർമെൻറ്റ് ഫോം എന്തുവാ, പിന്നെ നമ്മുടെ GPS എക്സാമ്പിളാക്കി പറഞ്ഞു. ദെൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെന്താ നോക്കിയ? ഡിസൈൻ, ആർക്കിടെക്ചറൽ ഡിസൈൻ നോക്കി. ദെൻ കമ്പോണൻസ് നോക്കി. അറ്റ് ലാസ്റ്റ് നമ്മൾ സിസ്റ്റം ഇൻറ്റഗ്രേഷൻ നോക്കി. എളുപ്പമല്ലേ? സോ വീഡിയോസ് റിപ്പീറ്റ് ആക്കി കാണുക, ഫുൾ സ്കോർ വാങ്ങാൻ പറ്റും.